എന്തുകൊണ്ടാണ് ഇരയ്ക്കൊപ്പവും വേട്ടക്കാരനൊപ്പം എന്നുള്ള ന്യായീകരണവുമായി ഇപ്പോൾ ഒരു സിനിമാ നടൻ രംഗത്ത് വന്നെന്നുള്ള കാര്യം ഇപ്പോൾ നമുക്ക് മനസ്സിലായല്ലോ. കാരണം ഇതിലാരാണ് ഇതിൻ്റെയൊക്കെ പിന്നിലെന്നത് കൃത്യമായി പറയുന്നുണ്ട്. മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ ഒരു പവർ നെക്സസ്, അധികാര വൃന്ദം വലയമുണ്ട്. അതിൽ ആരൊക്കെയാണ്? പ്രൊഡ്യൂസർമാർ, ഡയറക്ടർമാർ, ആക്ടേഴ്സ്, പ്രൊഡക്ഷൻ കൺട്രോളർ. ഇവരാണ് ഈ ഇൻഡസ്ട്രിയെ അല്ലെങ്കിൽ ഈ പവർ നെക്സസിനെ നിയന്ത്രിക്കുന്നത്. അതായത് ഒരു സെക്ഷൽ ഹറാസ്മെന്റ്, ഒരു ലൈംഗിക പീഡനം, ഒരു ലൈംഗിക ചൂഷണം ഇതിൽ സിനിമാ മേഖലയ്ക്കകത്ത് ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായാൽ സ്ത്രീകൾ അല്ലെങ്കിൽ ഈ വനിതാ സിനിമാ രംഗത്തിരിക്കുന്ന വനിതകൾ പുറത്തു പറയാൻ മടിക്കുന്നു. അത് ഈ പവർ നെക്സസിനെതിരെ സംസാരിക്കാൻ ഒരക്ഷരം മിണ്ടാനുള്ള ധൈര്യം ഒരാൾക്ക് പോലുമില്ല, ലീഡിംഗ് ആക്ടേഴ്സിനടക്കം ആർക്കുമില്ല എന്നതാണ്. മാത്രമല്ല, അവർ സിനിമയിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്യപ്പെടുന്നു. അവരുടെ കരിയർ തന്നെ അവസാനിപ്പിക്കുന്നതിന് പിന്നിൽ നിൽക്കുന്നത് ഈ പവർ നെക്സസ് എന്നത് പ്രൊഡ്യൂസേഴ്സ്, ഡയറക്ടേഴ്സ്, ആക്ടേഴ്സ്, പ്രൊഡക്ഷൻ കൺട്രോളേഴ്സ് എന്നിവയാണ്. പിന്നെ നേരത്തെ ഷൈൻ ടോം എല്ലാം വിശദീകരിച്ചു. മദ്യവും സിഗരറ്റും എല്ലാം ഉപയോഗിക്കുന്നതിൽ എവിടെയാണ് നിരോധനം എന്നത് ഇതിൽ കൃത്യമായി പറയുന്നുണ്ട്. കൺസംഷൻ ഓഫ് ആൽക്കഹോൾ ആൻഡ് ഡ്രഗ്സ് ഈസ് ക്വൈറ്റ് റാമ്പന്റ് ഇൻ സിനിമയിൽ അതൊരു സ്ഥിര സംഭവമാണ്. പലരും സെറ്റിൽ വരുന്നത് തന്നെ ഈ ഡ്രഗുകൾ ഉപയോഗിച്ചുകൊണ്ടാണ്. അപ്പോൾ ഇതിനെയെല്ലാം ന്യായീകരിക്കുന്ന തരത്തിലേക്ക് പലരും രംഗത്ത് വരുമ്പോൾ ആരൊക്കെയാണ് ഇതിന് പിന്നിൽ എന്ന കാര്യം വളരെ വ്യക്തമാണ്. തീർച്ചയായും വളരെ അനുചിതമായ, ഞാൻ എത്രയും ഒരു പാർലമെന്ററി രീതിയിൽ മാത്രമാണല്ലോ നമുക്ക് സംസാരിക്കാൻ കഴിയുക. അത്രയും മോശമായ രീതിയിലാണ് ഇത്രയധികം ഒരു സ്വന്തം കൂടെ തൊഴിലെടുക്കുന്ന ആളുകൾ ചൂഷണം ചെയ്യപ്പെടുന്നു എന്നുള്ള കൃത്യമായ റിപ്പോർട്ട് പുറത്തേക്ക് വരുമ്പോൾ ഷൈൻ ടോം ചാക്കോയുടെ ഭാഗത്തു നിന്ന് ആ പ്രതികരണം വന്നത് ഒരേ സമയം ഇരയ്ക്കൊപ്പം, അതായത് ഇരയ്ക്ക് കൂടെ നിന്നേ പറ്റുള്ളൂ, പക്ഷെ വേട്ടക്കാരന് വേണ്ടി പ്രാർത്ഥിക്കാം എന്നുള്ള ലൈനിലായിരുന്നു എന്തായാലും ഷൈനിന്റെ പ്രതികരണം. നോക്കൂ, പലതരത്തിലുള്ള ഓരോ പാരഗ്രാഫ് അല്ലെങ്കിൽ ഓരോ പേജ് വായിക്കുമ്പോഴും നമ്മളെയൊക്കെ ആശങ്കപ്പെടുത്തുന്ന അല്ലെങ്കിൽ നമ്മുടെ മുന്നിൽ ചിരിച്ച മുഖവുമായി വരുന്ന ആളുകൾ നേരിട്ടിരുന്ന പ്രയാസങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ പലരുമായും സംസാരിക്കാൻ പോലും ഈ ജസ്റ്റിസ് ഹേമ കമ്മീഷന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. കാരണം ഭയമാണ് പുറത്തേക്ക് വരാൻ, പേര് പറയാൻ ഭയമാണ്, പരാതി പറയാൻ ഭയമാണ്, പോലീസിലേക്ക് പോകാൻ ഭയമാണ് എന്നുള്ള കാര്യമാണ് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിലുള്ള കാര്യങ്ങൾ ആരൊക്കെയാണ് നിയന്ത്രിക്കുന്നത്, എന്തിനാണ് നിയന്ത്രിക്കുന്നത്?